ഇനിയെങ്കിലും നിങ്ങൾ ഈ വ്യാജ പ്രചരണത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബഡ്ജറ്റിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ മുൻ മന്ത്രി KT ജലീൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2.5 വർഷം സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ഒരു പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചുകൊണ്ട് വസ്തുതാപരമായി തെറ്റാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. പോയിൻ്റ് ഓഫ് ഓർഡറിൻ്റെ ഒരു പരിമിതി സ്പീക്കർ അനുവദിച്ചാൽ ആ ഒരു 1/2 സെക്കൻഡ് ആ ഇഷ്യൂ റേസ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ സ്പീക്കർ അനുവദിച്ചു, ഞാൻ അത്രയും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തിരുത്തി, 2.5 വർഷമല്ല 1.5 വർഷമാണ് എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ തിരുത്തി, ഒരു 1/2 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ അവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, 2.5 വർഷമല്ല 1.5 വർഷം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് വിഷ്ണുനാഥ് സമ്മതിച്ചല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ശരിയായ സമീപനമല്ല, അങ്ങൊരു മന്ത്രിയാണ്. 2.5 വർഷം എന്ന് അദ്ദേഹം കളവ് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ തിരുത്തി. 1.5 വർഷവും കുടിശ്ശികയില്ല, 1.5 വർഷം കുടിശ്ശികയാണെന്നുള്ള ഒരു കള്ളത്തരം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. അത് ധനകാര്യമന്ത്രി നാളെ മറുപടി പറയുമ്പോൾ അതിൻ്റെ രേഖ നിയമസഭയുടെ മുമ്പാകെ വയ്ക്കണമെന്ന് പറഞ്ഞു. അതും ഈ നിയമസഭയുടെ സമയപരിമിതി കൊണ്ട് അത്രയുമേ അപ്പോൾ പറയാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഒരുപാട് സ്നേഹിതന്മാർ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പോൾ തയ്യാറായത്. ഇത് സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഈ ആടിനെ പട്ടിയാക്കുന്ന CPMൻ്റെ തന്ത്രം, അതിലാണ് ഈ 18 മാസത്തെ കുടിശ്ശിക 600 രൂപ, 18 മാസത്തെ കുടിശ്ശിക 600 രൂപ പെൻഷൻ. ഇതാണ് വ്യാപകമായി പ്രചരിപ്പിച്ച് സത്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഇത് സംബന്ധിച്ച് ഒന്നാമത്തെ തെളിവ് നമ്മുടെ കയ്യിലുള്ളത്, ഇവർ പറയുന്നത് കളവാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഈ 29/6/2016 അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ദാസൻ MLAക്ക് കേരള നിയമസഭയിൽ നൽകിയ നക്ഷത്ര ചിഹ്നമിടാത്ത നിയമസഭാ ചോദ്യം നമ്പർ 282. അത് പ്രകാരം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മുൻ സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷനുകൾ പലതും മാസങ്ങൾ കുടിശ്ശികയായത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എത്ര മാസത്തെ കുടിശ്ശികയുണ്ടെന്ന് വിശദീകരിക്കാമോ? ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിയമസഭയ്ക്ക് നൽകിയ മറുപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ 14 ഒക്ടോബർ മുതൽ 14 ഡിസംബർ വരെ കുടിശ്ശികയായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, 18 മാസമല്ല, 2014 ഒക്ടോബർ മുതൽ 2014 ഡിസംബർ വരെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, വേണമെങ്കിൽ 3 മാസം. മറ്റ് ക്ഷേമ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവയുടെ കുടിശ്ശിക 2014 ഒക്ടോബർ മുതൽ 2015 ജനുവരി വരെ കുടിശ്ശികയായിരുന്നു. ഇനി ഈ 4 മാസമാണ് ഈ പറഞ്ഞ 4 പ്രധാന സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയായിരുന്നത് 4 മാസമാണെന്ന് തോമസ് ഐസക് പറയുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ്? 2015 ഫെബ്രുവരി മുതൽ DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാക്കി അതുവരെ പോസ്റ്റ് ഓഫീസ് വഴി കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ വിതരണം, അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെയ്ത ഒരു മാറ്റമാണ്. കാരണം 2014 പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്ത സാമൂഹ്യ പെൻഷൻ യഥാസമയം ആളുകൾക്ക് എത്താത്തത് കാരണമാണ് അതിനുശേഷം ഇത് DBT ആയി ബാങ്ക് ത്രൂ ആക്കാനുള്ളൊരു തീരുമാനമെടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയതിൽ കാലതാമസം ഉണ്ടായതുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ കാലതാമസം വരുത്തിയതും കൊണ്ടാണ് ഈ കുടിശ്ശിക ഉണ്ടായതുപോലും ഈ ടെക്നിക്കൽ റീസണിലാണ് എന്ന് ആര് പറയുന്നുണ്ട്? തോമസ് ഐസക് ഈ നിയമസഭാ ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട്. പിന്നെ ഇവരിപ്പോൾ 1600 രൂപ പെൻഷനാക്കിയത് പിണറായി വിജയൻ നിങ്ങളുടെ കാലത്ത് 600 രൂപയുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 1600 രൂപയാക്കി എന്നാണ് ഒരു കാര്യം പറയുന്നത്. 600 രൂപ എന്നുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് 600 രൂപയും 800 രൂപയും 1000 രൂപയും 1500 രൂപയും ഒക്കെയുള്ള വിവിധ സ്ലാബുകളിലായിട്ടാണ് കൊടുത്തിരുന്നത്. ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്നില്ല. പ്രത്യേകിച്ച് 80 വയസ്സ് മുകളിലുള്ളവർക്ക് ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡുകാരുടെ പെൻഷനിൽ 80% മുകളിൽ
വൈകല്യമുള്ളവർക്കുള്ള ഒരു സ്ലാബ് ഉണ്ടായിരുന്നു, അതിന് താഴെയുള്ളവർക്ക് മറ്റൊരു സ്ലാബ് ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആളുകളോട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഈ ഉത്തരവ് ഹാജരാക്കുകയാണ്. ഈ ഉത്തരവ് എന്താണ്? ഈ ഉത്തരവിൽ പറയുന്നത് ഇത് 23/6/2010 ഉത്തരവാണ്. അന്ന് ആരാ ധനകാര്യമന്ത്രി? ഇതേ തോമസ് ഐസക്. 23/6/2010 ഉത്തരവ് പ്രകാരം സാമൂഹ്യ പെൻഷൻ പ്രതിമാസ നിരക്ക് ഇപ്പോഴുള്ള 250 രൂപയിൽ നിന്നും 300 രൂപയാക്കി ഉയർത്തുന്നു. എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി 2006 അധികാരത്തിൽ വന്ന 4 മാസവും സാമൂഹ്യ പെൻഷൻ എത്ര രൂപയായിരുന്നു? വെറും 250 രൂപ. അവസാനത്തെ വർഷം മാത്രം, അവസാനത്തെ വർഷവും ഇല്ല, ഇത് 6-ാം മാസത്തെ ഉത്തരവാണ്. 6 മാസത്തേക്ക് മാത്രമാണ് വെറും 50 രൂപ കൂട്ടി 300 രൂപയാക്കിയത്. എന്നാൽ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 13/12/2011 ആദ്യത്തെ വർഷം തന്നെ അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് 250 രൂപ വെച്ച് കൊടുത്ത് ഇറങ്ങിപ്പോകാൻ 6 മാസം ഉള്ളപ്പോൾ 50 രൂപ കൂട്ടിയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 13/12/2011 ആദ്യത്തെ വർഷം തന്നെ സാമൂഹ്യ പെൻഷൻ 300 രൂപയിൽ നിന്നും 400 രൂപയാക്കി ആദ്യത്തെ വർഷം വർദ്ധിപ്പിച്ചു. പിന്നീട് രണ്ടാമത്തെ വർഷം 2012 നിങ്ങൾ നോക്കൂ, സർക്കാർ ഇക്കാര്യം 13 ബഡ്ജറ്റ് പ്രസംഗത്തിൽ സാമൂഹ്യ പെൻഷനുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധജനങ്ങൾക്കുള്ള വാർദ്ധക്യകാല പെൻഷൻ നിലവിലുള്ള 400 രൂപയിൽ നിന്നും 900 രൂപ, ഇപ്പോഴും 600 രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ 5 വർഷവും പെൻഷൻ എന്ന് പറയുമ്പോൾ 2012 തന്നെ ഒരു കാറ്റഗറിയിൽ അത് 300 400 ആക്കി, 400 900 ആക്കി. അഗതി പെൻഷൻ 50 വയസ്സിന് മേൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ 400-ൽ നിന്നും 125 കൂട്ടി 525 ആക്കി വർദ്ധിപ്പിച്ചു. 80% മേൽ വൈകല്യമുള്ളവർക്ക് 400-ൽ നിന്നും 700 രൂപയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇനി ഈ ബാക്കി ഉത്തരവുകൾ എല്ലാം പറയാനുള്ള സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. GOMS 24/2016 75 വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യകാല പെൻഷൻ ഈ 900-ൽ നിന്നും 1500 ആക്കി ഉയർത്തി. തോമസ് ഐസക് വന്നതിന് ശേഷം ഈ 800-ഉം 1000-ഉം 1500-ഉം എല്ലാം കൂടെ ഏകീകരിച്ച് ആദ്യം 1000 ആക്കി, പിന്നീട് 100 വെച്ച് കൂട്ടി 1600 വരെ പലപ്പോഴായിട്ട് എത്തിച്ചു. അവിടെ നിൽക്കുകയാണ്, പിന്നെ വർധനവുണ്ടായിട്ടില്ല. ഇനി ഇവർ പറയുന്ന ഈ 18 മാസത്തെ കുടിശ്ശികയെ സംബന്ധിച്ച് ആദ്യത്തെ തോമസ് ഐസക്കിൻ്റെ മറുപടിയിൽ നിന്നും എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായി. ഇനി 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ ഏത് അക്കൗണ്ടിൽ പെടുത്തിയിട്ടാണ് നിങ്ങൾ ഈ 18 മാസത്തെ കുടിശ്ശിക ആൾക്കാർക്ക് കൊടുത്തത്? അത് പറയണ്ടേ? ഞാൻ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവിൻ്റെ കാര്യം സൂചിപ്പിച്ചത്. അപ്പം നീ ഒരുപാട് സമയം എടുക്കുന്നില്ല. നിയമസഭാ ചോദ്യം, സർക്കാർ ഉത്തരവുകൾ, കേവലം 250 രൂപയായിരുന്ന പെൻഷൻ ഇറങ്ങാൻ പോകുന്നതിന് 6 മാസം മുമ്പ് 50 രൂപയാക്കി മാത്രം വർദ്ധിപ്പിച്ചവരാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വേറൊരു കാര്യം ചെയ്തു. 65 വയസ്സുള്ളവർക്കായിരുന്നു വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കാനുള്ള ഒരു അവകാശം. അത് 60 വയസ്സാക്കി കൊണ്ടുവന്നു. ഓരോ പഞ്ചായത്ത് വാർഡിലും പുതുതായി എത്ര ആളുകൾക്കാണ് പെൻഷൻ കിട്ടിയത്? 12 ലക്ഷം പേർക്ക് മാത്രം അച്യുതാനന്ദൻ പെൻഷൻ കൊടുത്ത സ്ഥാനത്ത് അത് 34 ലക്ഷമാക്കി 5 വർഷം കൊണ്ട് ഉയർത്തിയ ഗവൺമെൻറ് ആയിരുന്നു UDFൻ്റെ ഗവൺമെൻറ്. അപ്പം 65 വയസ്സ് 60 ആക്കി. ആ കാലത്ത് 3 പെൻഷൻ വരെ ആൾക്കാർക്ക് വാങ്ങായിരുന്നു. ഒരു കശുവണ്ടി തൊഴിലാളിക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടുമായിരുന്നു. ആ അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുമായിരുന്നു. ആ അമ്മ വിധവയായിരുന്നെങ്കിൽ, ആ ആകുന്ന സാഹചര്യം ഉണ്ടായിപ്പോയിരുന്നെങ്കിൽ ആ സാഹചര്യം പരിഗണിച്ച് വിധവ പെൻഷൻ കിട്ടുമായിരുന്നു. ഐസക് വന്നു 2017-ലും 2019-ലും 2 ഉത്തരവ് പ്രകാരം ഒറ്റ പെൻഷനാക്കി. അവർക്ക് അർഹതപ്പെട്ട 2 പെൻഷൻ ഇല്ലാതെയാക്കി. 1000 രൂപ വെച്ചാണെങ്കിൽ 3000 കിട്ടുമായിരുന്നു. അപ്പോൾ അന്ന് ആ കാലത്ത് അരിക്ക് 60 രൂപ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഓർക്കണം. അന്നത്തെ അരിവിലയും കൂടെ കണക്കാക്കണം. 1000 രൂപ ഉമ്മൻചാണ്ടി 3 പെൻഷനായി കൊടുക്കുമ്പോൾ അരിക്ക് എത്ര രൂപ ഉണ്ടായിരുന്നു?
അവരുടെ 2 പെൻഷൻ കട്ട് ചെയ്ത് ഒറ്റ പെൻഷൻ 1600 മാത്രമാക്കി കൊടുക്കുമ്പോൾ അരിയുടെ വില എത്രയാണ്, ബസ് ചാർജ് എത്രയാണ്, വെള്ളക്കരം എത്രയാണ്, വൈദ്യുതി ചാർജ് എത്രയാണ്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില. ഈ പാവങ്ങൾ കാർ ഓടിക്കുന്നവരായിരിക്കത്തില്ല, സ്കൂട്ടർ ഇല്ലാത്തവരായിരിക്കും. പക്ഷേ അതുപോലെ ചരക്ക് ഗതാഗതത്തിൽ വർധനവുണ്ടായി, വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അവർ വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വർധനവുണ്ടായിട്ടുണ്ടാകുമല്ലോ. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇനിയെങ്കിലും നിങ്ങൾ ഈ വ്യാജ പ്രചരണത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ഈ 18 മാസത്തെ കുടിശ്ശിക, പിന്നെ നിങ്ങൾ വന്ന എന്തോ 1600 നിങ്ങൾ വന്ന കാലം മുതൽ 1600 രൂപ ആയിരുന്നില്ല, വെറും 250 രൂപയും 300 രൂപയായിരുന്നു എടുത്തെന്ന് ഇതിലേക്ക് എത്തിച്ചത് UDF ഗവൺമെൻറ് ആണെന്നുള്ള സത്യം ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന വ്യാജ പ്രചരണത്തിൽ നിന്നും പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.